السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഖുർആൻ പഠനത്തിൻ്റെ പൊഴി 54-ാം ദിവസം. നമ്മൾ പറഞ്ഞു ഈ പട്ടിക നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പട്ടിക ഉണ്ടല്ലോ, ക്രിയയുടെ 21 രൂപങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ 6 രൂപങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ 6 രൂപങ്ങൾ ഖുർആനിൽ 5000 പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര ക്രിയകൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്താലും ഒരിക്കലും അധികമാവില്ല. തീർച്ചയായും അത് എപ്പോഴും പ്രയോജനപ്രദമായിരിക്കും. നമ്മളൊരു ക്രിയകളുടെ ഒരു ലിസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ 48-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്രിയകളുടെ പട്ടിക 57-ാം പേജിൽ വരുന്നുണ്ട്. പക്ഷേ 57-ാം പേജിൽ വരുന്നത് എല്ലാം കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു കളയരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം മാത്രമേ പഠിക്കാവൂ. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഭാഗം പറഞ്ഞതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാതെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഈ വീഡിയോ ക്ലിപ്പ് അല്പം സ്ലോ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ പട്ടിക ഇതിൽ തന്നെ നോക്കി നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഏതാനും ക്രിയകൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഈ ക്രിയകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മറ്റേത് ക്രിയ കിട്ടിയാലും ഇതേപോലെ പറയാൻ നമുക്ക് കഴിയും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് മനഅ എന്ന ക്രിയയാണ്. മനഅ അവൻ തടഞ്ഞു, മനഉ അവർ തടഞ്ഞു, മനഅത നീ തടഞ്ഞു, മനഅത്തും നിങ്ങൾ തടഞ്ഞു, മനഅതു ഞാൻ തടഞ്ഞു, മനഅന നാം തടഞ്ഞു, മനഅ അവൻ തടഞ്ഞു, മനഉ അവർ തടഞ്ഞു, മനഅത നീ തടഞ്ഞു, മനഅത്തും നിങ്ങൾ തടഞ്ഞു, മനഅതു ഞാൻ തടഞ്ഞു, മനഅന നാം തടഞ്ഞു, മനഅ മനഉ മനഅത മനഅത്തും മനഅതു മനഅന. റഫഅ അവൻ ഉയർത്തി, റഫഉ അവർ ഉയർത്തി, റഫഅത നീ ഉയർത്തി, റഫഅത്തും നിങ്ങൾ ഉയർത്തി, റഫഅതു ഞാൻ ഉയർത്തി, റഫഅന നാം ഉയർത്തി. റഫഅ അവൻ ഉയർത്തി, റഫഉ അവർ ഉയർത്തി, റഫഅത നീ ഉയർത്തി, റഫഅത്തും നിങ്ങൾ ഉയർത്തി, റഫഅതു ഞാൻ ഉയർത്തി, റഫഅന നാം ഉയർത്തി. റഫഅ റഫഉ റഫഅത റഫഅത്തും റഫഅതു റഫഅന. ജമഅ അവൻ ശേഖരിച്ചു, ജമഉ അവർ ശേഖരിച്ചു, ജമഅത നീ ശേഖരിച്ചു, ജമഅത്തും നിങ്ങൾ ശേഖരിച്ചു, ജമഅതു ഞാൻ ശേഖരിച്ചു, ജമഅന നാം ശേഖരിച്ചു. ജമഅ അവൻ ശേഖരിച്ചു, ജമഉ അവർ ശേഖരിച്ചു, ജമഅത നീ ശേഖരിച്ചു, ജമഅത്തും നിങ്ങൾ ശേഖരിച്ചു, ജമഅതു ഞാൻ ശേഖരിച്ചു, ജമഅന നാം ശേഖരിച്ചു. ജമഅ ജമഉ ജമഅത ജമഅത്തും ജമഅതു ജമഅന. ഫഅല അവൻ പ്രവർത്തിച്ചു, ഫഅലു അവർ പ്രവർത്തിച്ചു, ഫഅൽത നീ പ്രവർത്തിച്ചു, ഫഅൽതും നിങ്ങൾ പ്രവർത്തിച്ചു, ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു, ഫഅൽന നാം പ്രവർത്തിച്ചു. ഫഅല അവൻ പ്രവർത്തിച്ചു, ഫഅലു അവർ പ്രവർത്തിച്ചു, ഫഅൽത നീ പ്രവർത്തിച്ചു, ഫഅൽതും നിങ്ങൾ പ്രവർത്തിച്ചു, ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു, ഫഅൽന നാം പ്രവർത്തിച്ചു. ഫഅല ഫഅലു ഫഅൽത ഫഅൽതും ഫഅൽതു ഫഅൽന. ഷഫഅ അവൻ ശുപാർശ ചെയ്തു, ഷഫഉ അവർ ശുപാർശ ചെയ്തു, ഷഫഅത നീ ശുപാർശ ചെയ്തു, ഷഫഅത്തും നിങ്ങൾ ശുപാർശ ചെയ്തു, ഷഫഅതു ഞാൻ ശുപാർശ ചെയ്തു, ഷഫഅന നാം ശുപാർശ ചെയ്തു. ഷഫഅ അവൻ ശുപാർശ ചെയ്തു, ഷഫഉ അവർ ശുപാർശ ചെയ്തു, ഷഫഅത നീ ശുപാർശ ചെയ്തു, ഷഫഅത്തും നിങ്ങൾ ശുപാർശ ചെയ്തു, ഷഫഅതു ഞാൻ ശുപാർശ ചെയ്തു, ഷഫഅന നാം ശുപാർശ ചെയ്തു. ഷഫഅ ഷഫഉ ഷഫഅത ഷഫഅത്തും ഷഫഅതു ഷഫഅന. ദഹബ അവൻ പോയി, ദഹബു അവർ പോയി, ദഹബത നീ പോയി, ദഹബത്തും നിങ്ങൾ പോയി, ദഹബത്തു ഞാൻ പോയി, ദഹബന നാം പോയി. ഇപ്പം നമുക്ക് ഇതേപോലെ ഇത്തരം ക്രിയകൾ നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കാം. വാക്യത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് ഉദാഹരണമായി പറഞ്ഞാൽ ഐന എന്ന വാക്ക് നമുക്കറിയാമല്ലോ. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് എൻ്റെ അർത്ഥം. ഐന എവിടെ? അപ്പോൾ ഐന ഹാമിദുൻ എന്നൊരാൾ ചോദിച്ചു. ഐന ഹാമിദുൻ എന്തായിരിക്കും അർത്ഥം? ഐന ഹാമിദുൻ, ഹമീദ് എവിടെയാണ്, ഹാമിദ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞു, നമ്മളോടാണ് ചോദിച്ചത്. അപ്പോൾ ഹാമിദിനെ കുറിച്ച് നമ്മൾ പറയുകയാണ് ദഹബ ഇലൽ മസ്ജിദി, അവൻ മസ്ജിദിലേക്ക് പോയി. ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ്. ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, മസ്ജിദിലേക്ക്. ദഹബ ഇലൽ മസ്ജിദി അവൻ മസ്ജിദിലേക്ക് പോയി. അതേപോലെ ഐന ദഹബത്ത യാ ഫൈസലു എന്ന് എന്നോട് ചോദിച്ചു വിചാരിച്ചു.
അയിന ദഹബത്ത യാ ഫൈസലു, ഫൈസലെ നീ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ ഫൈസലിനോട് ചോദിച്ചു അയിന ദഹബത്ത യാ ഫൈസലു, ദഹബത്ത നീ പോയി, അയിന ദഹബത്ത യാ ഫൈസലു, ഫൈസലെ നീ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഫൈസൽ പറയുകയാണ് ദഹബത്തു ഇലൽ ബൈത്തി, ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഫൈസൽ പറയും ദഹബത്തു ഇലൽ ബൈത്തി, ഞാൻ വീട്ടിലേക്ക് പോയി. ദഹബത്തു ഞാൻ പോയി, ഇലൽ ബൈത്തി വീട്ടിലേക്ക്. അതേപോലെ അയിനർ റിജാലു എന്ന് ചോദിച്ചെന്ന് വിചാരിച്ചാൽ അയിനർ റിജാലു ആണുങ്ങൾ എവിടെ എന്ന് ചോദിച്ചു. അയിനർ റിജാലു ആണുങ്ങൾ എവിടെ എന്ന് ചോദിച്ചാൽ അയിനർ റിജാലു ആണുങ്ങൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ കേട്ടയാൾ പറഞ്ഞു സഹബൂ ഇലൽ ബുയൂത്തി, സഹബൂ ഇലൽ ബുയൂത്തി, അവർ വീടുകളിൽ പോയി. സഹബൂ അവർ പോയി, ഇലൽ ബുയൂത്തി, ബൈത്തൻ ബുയൂത്തൻ നമ്മൾ പഠിച്ചാണ്, ഇലൽ ബുയൂത്തി വീടുകളിലേക്ക് പോയി. അതേപോലെ നമ്മളോട് ചോദിച്ചു അയിന ദഹബത്തും യാ ഔലാദു, ആൺകുട്ടികളെ നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ചു. ആൺകുട്ടികളെ നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ചു. അയിന ദഹബത്തും, ദഹബത്തും നിങ്ങൾ പോയി. അയിന ദഹബത്തും യാ ഔലാദു, യാ ഔലാദു ആൺകുട്ടികളെ, ആൺകുട്ടികളെ നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾ മറുപടി പറയുന്നത് എങ്ങനെയായിരിക്കും? ദഹബന ഇലൽ മദ്രസത്തി, ഞങ്ങൾ സ്കൂളിൽ പോയി, സ്കൂളിലേക്ക് പോയി. ദഹബന ഇലൽ മദ്രസത്തി, ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ്, താല്പര്യജനകമായ ആസ്വാദ്യജനകമായ ഒരു പഠന രീതിയാണ്. സ്വന നോക്കുക, സ്വന നിർമ്മിച്ചു, സ്വന അവൻ നിർമ്മിച്ചു, സ്വനഉ അവർ നിർമ്മിച്ചു, സ്വനഅത്ത നീ നിർമ്മിച്ചു, സ്വനഅത്തും നിങ്ങൾ നിർമ്മിച്ചു, സ്വനഅത്തു ഞാൻ നിർമ്മിച്ചു, സ്വനഅന നാം നിർമ്മിച്ചു, സ്വന അവൻ നിർമ്മിച്ചു, സ്വനഉ അവർ നിർമ്മിച്ചു, സ്വനഅത്ത നീ നിർമ്മിച്ചു, സ്വനഅത്തും നിങ്ങൾ നിർമ്മിച്ചു, സ്വനഅത്തു ഞാൻ നിർമ്മിച്ചു, സ്വനഅന നാം നിർമ്മിച്ചു, സ്വനഅ സ്വനഉ സ്വനഅത്ത സ്വനഅത്തും സ്വനഅത്തു സ്വനഅന. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന അത്രയും ഭാഗം അർത്ഥസഹിതം തന്നെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് ശീലിക്കുകയാണെങ്കിൽ ഇനി അടുത്തത് പഠിക്കുമ്പോൾ അതും കൂടി നമുക്ക് ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റും. അങ്ങനെ ഓരോന്നും പടിപടിയായി നാം പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് അത്രത്തോളം ഏത് ക്രിയ കിട്ടിയാലും നമുക്ക് എഴുതത്തക്ക രീതിയിലുള്ള പഠന രീതിയാണ് നാം ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.